ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ അവരുടെ നിത്യജീവിതത്തിലെ സംഭാഷണങ്ങളിൽ സ്വാഭാവികമായി ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സെൻറ്റൻസുകൾ നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് വേറൊരു ലെവലായിത്തീരും. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം, തുടങ്ങാം. ആദ്യത്തെ സെൻറ്റൻസ്, ഹൗ ഈസ് ഇറ്റ് ഗോയിങ്. ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതിന് പകരം ഹൗ ഈസ് ഇറ്റ് ഗോയിങ് എന്ന് ചോദിച്ചു തുടങ്ങുക. എൻ്റെ അർത്ഥം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്. ഹൗ ഈസ് ഇറ്റ് ഗോയിങ്. ഒരു എക്സാമ്പിൾ സെൻറ്റൻസ്, ഹൗ ഈസ് ഇറ്റ് ഗോയിങ് അറ്റ് യുവർ ന്യൂ ജോബ്. നിങ്ങളുടെ പുതിയ ജോലിയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്. ഹൗ ഈസ് ഇറ്റ് ഗോയിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഹാവ് യു ബീൻ അപ് ടു. വാട്ട് ഹാവ് യു ബീൻ അപ് ടു എന്ന് ചോദിച്ചാൽ ഈയിടെയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഈയിടെയായി ചെയ്യുന്നത് എന്നാണ്. വാട്ട് ഹാവ് യു ബീൻ അപ് ടു എപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു സെൻറ്റൻസ് ആണിത്. ഇതൊന്ന് നന്നായി പഠിച്ചു വയ്ക്കണം. എക്സാമ്പിൾ സെൻറ്റൻസ്, വാട്ട് ഹാവ് യു ബീൻ അപ് ടു ദീസ് ഡേയ്സ്. ഈ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്. വാട്ട് ഹാവ് യു ബീൻ അപ് ടു. നെക്സ്റ്റ് വൺ, ഐ വിൽ ബാക്ക് ടു യു. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഞാൻ നിങ്ങളെ പിന്നീട് ബന്ധപ്പെടാം. പിന്നീട് കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ബന്ധപ്പെടാം എന്നാണ്. ഒരു എക്സാമ്പിൾ സെൻറ്റൻസ്, ലെറ്റ് മീ ചെക്ക് ദ ഡീറ്റെയിൽസ് ആൻഡ് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഞാൻ വിശദാംശങ്ങൾ പരിശോധിച്ചിട്ട് നിങ്ങളെ പിന്നീട് അറിയിക്കാം. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. നെക്സ്റ്റ് സെൻറ്റൻസ്, ടേക്ക് യുവർ ടൈം. എപ്പോഴും ഉപയോഗിക്കാം നമുക്ക്. ടേക്ക് യുവർ ടൈം, അതായത് ധൃതിയില്ല, പതുക്കെ ചെയ്താൽ മതി എന്നാണ് അർത്ഥം. ധൃതി ഇല്ല, പതുക്കെ ചെയ്താൽ മതി, നിങ്ങൾ സമയമെടുത്തോളൂ. ടേക്ക് യുവർ ടൈം. എക്സാമ്പിൾ സെൻറ്റൻസ്, ടേക്ക് യുവർ ടൈം, ദർ ഈസ് നോ ഹറി. പതുക്കെ ചെയ്താൽ മതി, ധൃതി ഒന്നുമില്ല. ടേക്ക് യുവർ ടൈം. നെക്സ്റ്റ് വൺ, ദാറ്റ് മേക്ക് സെൻസ്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അത് യുക്തിസഹമാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, അത് മനസ്സിലാകുന്നു എന്ന് പറയാൻ ദാറ്റ് മേക്സ് സെൻസ്. അർത്ഥം അത് യുക്തിസഹമാണ്. ദാറ്റ് മേക്ക് സെൻസ്, അത് സെൻസിബിൾ ആണ്, യുക്തിസഹമാണ്. ദാറ്റ് മേക്സ് സെൻസ് നൗ. ഇപ്പോൾ അത് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അത് യുക്തിയാണെന്ന് മനസ്സിലാകുന്നു. നെക്സ്റ്റ് വൺ, ഐ ടോട്ടലി അഗ്രി. ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു അല്ലെങ്കിൽ സമ്മതിക്കുന്നു. എക്സാമ്പിൾ സെൻറ്റൻസ്, ഐ ടോട്ടലി അഗ്രി വിത്ത് വാട്ട് യു സെഡ്. നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു, 100% യോജിക്കുന്നു. നെക്സ്റ്റ് വൺ, ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ആ തീരുമാനത്തെക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല.
Example sentence: I'm not sure about that decision. ആ തീരുമാനത്തെക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല. നെക്സ്റ്റ് വൺ, ഇറ്റ് ഡിപ്പെൻഡ്സ്. ഇടയ്ക്കിടെ ഉപയോഗിച്ച് കേൾക്കാറുള്ളതാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അത് സാഹചര്യത്തെ അനുസരിച്ചിരിക്കും അല്ലെങ്കിൽ ആശ്രയിച്ചിരിക്കും എന്ന് പറയാനാണ് നമ്മളത് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ്. അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ്, അത് അതിൻ്റെ അപ്പോഴത്തെ സാഹചര്യത്തെ അനുസരിച്ചിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ്, അത് സാഹചര്യത്തെ അനുസരിച്ചിരിക്കും. നിത്യ ഡെയിലി ലൈഫിൽ സംഭാഷണത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് ഇറ്റ് ഡിപ്പെൻഡ്സ്. ഓക്കെ. എക്സാമ്പിൾ സെൻറ്റൻസ്: ക്യാൻ യു കം ടുമോറോ? ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാൻ, ക്യാൻ യു കം ടുമോറോ? അപ്പം നമുക്ക് ആൻസർ പറയാം ഇറ്റ് ഡിപ്പെൻഡ്സ്. അത് അപ്പോഴത്തെ സാഹചര്യത്തെ, നാളത്തെ സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കും. മേക്ക് സെൻസ്, റൈറ്റ്? യാ. The next sentence, let me think about it. Let me think about it means ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് സമയം ഒന്ന് ആലോചിക്കട്ടെ. ഒന്ന് ആലോചിക്കട്ടെ. എക്സാമ്പിൾ സെൻറ്റൻസ്: ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ് ബിഫോർ ഐ ഡിസൈഡ്. ഞാൻ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വൺ, ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ് മീൻസ് അത് വളരെ നല്ലതായി തോന്നുന്നു. അത് വളരെ നല്ലതായി തോന്നുന്നു. എക്സാമ്പിൾ സെൻറ്റൻസ്: വി ആർ ഗോയിങ് ഓൺ എ ട്രിപ്പ് ദിസ് വീക്കെൻഡ്. ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. ഈ വാരാന്ത്യത്തിൽ, ഈ ആഴ്ച അവസാനത്തിൽ ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ്. അത് കേൾക്കുമ്പോൾ പറയാണ് അത് വളരെ നല്ലതായി തോന്നുന്നു. ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്, ദാറ്റ് സൗണ്ട്സ് ഗുഡ്, ദാറ്റ് സൗണ്ട്സ് നൈസ്, അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. നെക്സ്റ്റ് വൺ, ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അതിനായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതിനായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യത്തിനെ വളരെ ഉത്സാഹത്തോടെ കാത്തിരിക്കുന്ന ആ ഒരു എക്സ്പ്രഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. എക്സാമ്പിൾ സെൻറ്റൻസ്: ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു. നിങ്ങളെ കാണാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അടുത്ത സെൻറ്റൻസ്, ഇറ്റ്സ് അപ് ടു യു. എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഇറ്റ്സ് അപ് ടു യു മീൻസ് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, അല്ലെ അത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങളുടെ തീരുമാനം ആണ്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇറ്റ്സ് അപ് ടു യു, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ആസ് യു വിഷ്, നിങ്ങളുടെ ഇഷ്ടം പോലെ. ആസ് യു ലൈക്ക്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ എന്നൊക്കെ പറയുന്ന അർത്ഥം തന്നെ ഇറ്റ്സ് അപ് ടു യു. ഇറ്റ്സ് അപ് ടു ഹിം, അവൻ്റെ തീരുമാനം. ഇറ്റ്സ് അപ് ടു ഹെർ, അത് അവളുടെ തീരുമാനം. ഇറ്റ്സ് അപ് ടു യു. വെരി നൈസ് എക്സ്പ്രഷൻ ആണ്. നെക്സ്റ്റ് വൺ, ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട് ഓർ I'll figure it out. ഇതിൻ്റെ അർത്ഥം ഞാൻ എങ്ങനെയെങ്കിലും പരിഹാരം കണ്ടെത്താം. ഞാൻ എങ്ങനെയെങ്കിലും പരിഹാരം കണ്ടെത്താം. ഞാൻ എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ ഞാൻ പരിഹാരം കണ്ടെത്താം. I'll figure it out.
എക്സാമ്പിൾ സെൻറ്റൻസ്, ഡോണ്ട് വറി അബൌട്ട് ദ പ്രോബ്ലം, ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. ആ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും പരിഹാരം കണ്ടെത്താം. ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. നെക്സ്റ്റ് വൺ, ഐ ആം റണ്ണിങ് ലേറ്റ്. ഞാൻ വൈകുകയാണ് അല്ലെങ്കിൽ ഞാൻ താമസിക്കുകയാണ്. ഞാൻ വൈകുകയാണ്. ഐ ആം റണ്ണിങ് ലേറ്റ്, സോ ഐ വിൽ ബി there in 10 minutes. ഞാൻ വൈകുകയാണ്, അതിനാൽ 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്താം. ഞാൻ കുറച്ച് ലേറ്റ് ആവുകയാണ്, 10 മിനിറ്റോടെ അവിടെ എത്താൻ കഴിയും. നെക്സ്റ്റ് വൺ, ഐ വിൽ ബി there in a minute. I will be there in a minute. ഞാൻ ഉടൻ അവിടെ എത്താം. അതാണ് അതിൻ്റെ അർത്ഥം. 1 മിനിറ്റ് കൊണ്ട് എത്താമെന്നല്ല, ഞാൻ ഉടനെ അവിടെ എത്താം. വെയിറ്റ് ഫോർ മീ, ഐ വിൽ ബി there in a minute. എനിക്കായി കാത്തിരിക്കൂ, ഞാൻ ഉടനെ അവിടെ എത്താം. നെക്സ്റ്റ് വൺ, വാട്ട് ഡു യു മീൻ? നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? What do you mean? What do you mean by that? അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അടുത്തത്, you have got a point or you got a point. You got a point means നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നാണ് അർത്ഥം. നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതാണ് ശരി. You have got a point. We should consider that option. You got a point. ഒരുമിച്ച് പറയുമ്പോൾ you got a point. You have got a point. Okay. You have got a point. We should consider that option. നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്, നമ്മൾ ആ ഓപ്ഷൻ പരിഗണിക്കണം. Okay. Next one, I couldn't agree more. ഇതൊരു നൈസ് എക്സ്പ്രഷൻ ആണ്. ഇതിൻ്റെ അർത്ഥം ഞാൻ ഇതിനോട് പൂർണ്ണമായി യോജിക്കുന്നതെന്നാണ്. ഞാൻ ഇതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. ഇതിലധികം നമുക്ക് യോജിക്കാൻ കഴിയില്ല ഒരു കാര്യത്തോട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇത് ഉപയോഗിക്കുക. ഐ കുഡിൻറ്റ് അഗ്രി മോർ. ഞാൻ ഇതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. അതായത് ഇതിനോട് യോജിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല, അത്രയ്ക്ക് ഞാൻ യോജിക്കുന്നു എന്നർത്ഥം. എക്സാമ്പിൾ സെൻറ്റൻസ്, യു ഷുഡ് പ്രാക്ടീസ് എവറി ഡേ. ഐ കുഡിൻറ്റ് അഗ്രി മോർ. നിങ്ങൾ എല്ലാ ദിവസവും പരിശീലിക്കണം. ഞാൻ ഇതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ് മീൻസ് കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം. കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് നോക്കാം. എക്സാമ്പിൾ സെൻറ്റൻസ്, ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ ആൻഡ് സീ ഹൗ ഇറ്റ് ഗോസ്. നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം, കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് അറിയാം. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് നോക്കാം. ഇനി അടുത്ത സെൻറ്റൻസ്, ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. ആരോടെങ്കിലുമൊക്കെ സംസാരിച്ച് നമ്മൾ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ഈ സെൻറ്റൻസ് നിങ്ങൾ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. എൻ്റെ അർത്ഥം, നിങ്ങളോട് സംസാരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമായി. നിങ്ങളോട് സംസാരിച്ചതിൽ സന്തോഷമായി എന്നാണ് അർത്ഥം. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. താങ്ക് യു സോ മച്ച്. വിൽ ക്യാച്ച് യു സൂൺ. ഇതൊരു സംഭാഷണം അവസാനിപ്പിക്കാനുള്ള മനോഹരമായൊരു ഫ്രേസാണ്. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. താങ്ക്സ് ഫോർ യുവർ ടൈം.
ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. നിങ്ങളുടെ സമയം തന്നതിന് ഒരുപാട് നന്ദി. നിങ്ങളോട് സംസാരിച്ചതിൽ എനിക്ക് സന്തോഷമായി. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. അപ്പോൾ ഇത് നിസ്സാരമായ സെൻറ്റൻസുകളല്ല. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഈ സെൻറ്റൻസുകൾ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങും. നിങ്ങളുടെ ഇംഗ്ലീഷ് സൂപ്പർ ആകുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, സീ യു.